ഒന്ന് കാല് തട്ടുമ്പോഴത്തേക്കും കാലിൻ്റെ ലിഗമെന്റ് പൊട്ടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം, നമുക്ക് പീരീഡ്സ് ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഏതോ ഒരാൾക്ക് ബുദ്ധിമുട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പീരീഡ്സ് ഉള്ള സമയത്തുള്ള പെയിൻ ഓക്കെ, അതിന് 2 ദിവസം 3 ദിവസം മുന്നേ പെയിൻ വരുന്ന ആൾക്കാരുണ്ട്. അവരിൽ എന്ത് ഡെഫിഷ്യൻസി ആയിരിക്കും? കാൽസ്യം ഡെഫിഷ്യൻസി ആയിരിക്കും അവരിൽ കുറവുണ്ടാവുക. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ഡെൻ്റൽ പ്രോബ്ലം, നമ്മുടെ മക്കളുടെ പല്ലുകൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? കുട്ടികളുടെ പല്ലുകൾ പുഴുപ്പല്ലായിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് അതിന് കാരണം? നമ്മളെന്താ പറയുക? മിഠായി തിന്നിട്ടാണ് അല്ലേ? ആ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പക്ഷെ അതാണോ കാര്യം? കാൽസ്യം ഡെഫിഷ്യൻസി ഉള്ള കുട്ടികളിൽ ആ ഒരു പല്ലിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സിംറ്റംസ് ആണ് നമ്മുടെ കാൽസ്യം കുറവ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ കുട്ടികൾ ഹൈറ്റ് വെക്കാത്തത്, കാൽസ്യം ഡെഫിഷ്യൻസി ഉള്ള കുട്ടികളിൽ ഹൈറ്റ് വെക്കുന്നത് കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇതുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ ബോൺ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പോൾ നമ്മളൊരു കാൽസ്യം ഉള്ള ആളുകൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇന്ത്യൻസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് ഓസ്റ്റിയോപോറോസ് അല്ലെങ്കിൽ വീക്ക് ബോൺസ് എന്ന് പറയുന്നത്. അതേപോലെ എന്തുണ്ട്? 45 ഒരു സ്ത്രീനെ 2 സ്ത്രീ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തുണ്ട്? നമ്മുടെ ബോണിൻ്റെ സ്ട്രെങ്തനിങ് കുറവാണ്. 8 പുരുഷന്മാരെ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്കേ ആ പ്രശ്നമുള്ളൂ. അതേ സ്ഥാനത്ത് 2 സ്ത്രീകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് എല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുക? നമുക്ക് ഈ പീരീഡ്സ് ആവുന്നതും എല്ലാമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യേണ്ടത്? നാറ്റ്സ്യം എന്നുള്ള ടാബ്ലറ്റ് നമ്മൾ ഡെയിലി യൂസ് ആക്കിയാൽ നമുക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സപ്ലിമെൻ്റ് ആണ്. ബാക്ക് പെയിൻ പോലത്തെ പ്രശ്നങ്ങൾ നമുക്ക് വരാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടാവും? ലോസ് ഓഫ് ഹൈറ്റ്, നമ്മളില്ലേ പ്രായമാകുന്നതിന് നമ്മൾ ഇങ്ങനെ കുനിഞ്ഞ് വരുന്നൊരു ബുദ്ധിമുട്ട് നമുക്കതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റൂപ്പിംഗ് ഷോൾഡർ, നമ്മുടെ ഷോൾഡർ ചില കുട്ടികളിൽ ഇങ്ങനെ മുന്നോട്ടേക്ക് വരുന്നൊരു ബുദ്ധിമുട്ട് കാൽസ്യം ഡെഫിഷ്യൻസി കൊണ്ടും നമുക്കത് സംഭവിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് എന്തുണ്ട്? ഹിപ്പ് ഫ്രാക്ചർ ആവുന്നത്, പുരുഷന്മാർക്കും സ്ത്രീകളിലുള്ള ഹിപ്പിന് വരുന്ന ഫ്രാക്ചറുകൾ കാൽസ്യം ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് സംഭവിക്കുന്നതാണ്. അപ്പം നമ്മുടെ കാൽസ്യം അല്ലെ, നമുക്ക് എന്താണ്? നാറ്റ്സ്യം, നാച്ചുറൽ ആയിട്ടുള്ള പശുമ്പാലിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കാൽസ്യം സപ്ലിമെൻ്റ് ആണ് നമുക്കുള്ളത്. അതിലെന്ത് വന്നിട്ടുണ്ട്? നമുക്ക് ഞെരിഞ്ഞിൽ വന്നതുകൊണ്ട് എന്തില്ല, നമ്മളല്ലാതെ പുറത്തുനിന്നുള്ള കാൽസ്യം ടാബ്ലറ്റ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അതിലെന്ത് ബുദ്ധിമുട്ട് വരും? ഓവറായിട്ട് കാൽസ്യം വരുമ്പോൾ നമുക്ക് കിഡ്നി സ്റ്റോണ് നമുക്ക് വരും. പക്ഷെ ഇവിടെ നമുക്ക് എന്തുണ്ട്? നമ്മുടെ ഞെരിഞ്ഞിൽ എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻസ് അതിൽ ചെയ്തത് കൊണ്ട് നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വരില്ല. ഓവറായിട്ട് വരുന്ന കാൽസ്യം നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ശരീരത്തിൽ ഡെയിലി ഒരാളുടെ ശരീരത്തിൽ വേണ്ടത് അത് അബ്സോർബ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളത് നമ്മുടെ മൂത്രത്തിൽ കൂടെ ഫ്ലഷ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് കളയുകയാണ് നമ്മുടെ നാറ്റ്സ്യം ചെയ്യുന്നത്. അതേപോലെ നമുക്ക് എന്തുണ്ട്? കാൽസ്യം നമുക്ക് അബ്സോർപ്ഷൻ കൂടാൻ വേണ്ടി ഇപ്പം നിങ്ങൾക്ക് ഹെൽത്ത് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ കാൽസ്യം ടാബ്ലറ്റ് കിട്ടും. അത് നിങ്ങൾ കുടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കിഡ്നി സ്റ്റോൺ വരാം. ഇതിലെന്തുണ്ട്? മഗ്നീഷ്യം വന്നത് കൊണ്ട് തന്നെ എന്തുണ്ട്? നമുക്ക് ആ ഒരു അബ്സോർപ്ഷൻ്റെ കപ്പാസിറ്റി കൂടും. മഗ്നീഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. അതുകൊണ്ട് എന്താവും? പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂട്ടാൻ വേണ്ട 3 ഇൻഗ്രീഡിയൻസും നമ്മുടെ ഒരു കാൽസ്യം ടാബ്ലറ്റിൽ നമ്മളെ കമ്പനി ചെയ്തിട്ടുണ്ട്. അതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ പ്രൊഡക്റ്റിനുള്ളത്. ഇതും അതുപോലെ തന്നെയാണ്. 33% മാത്രമേ നമ്മൾ കഴിക്കുന്ന ക്യാപ്സ്യൂൾ നമുക്കുള്ളൂ. അപ്പോൾ സാധാരണ കാൽസ്യം ടാബ്ലറ്റ് ചിലപ്പോൾ 10% പോലും നമുക്ക് അതിൽ നിന്ന് കിട്ടൂല. ഇവിടെ നമുക്ക് ഇത്രയും കോമ്പിനേഷനിൽ വന്നത് 33% നമുക്ക് കിട്ടുക. ബാക്കി നമ്മളെ ഫുഡിൽ നിന്നും കൂടെ കിട്ടും നമുക്ക്. അപ്പോൾ എന്താവും? ആ രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് ഈക്വലി നമ്മുടെ ശരീരത്തിന് വേണ്ട സാധനമായിട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്? ഒരു കാപ്ലെറ്റ് ഫോമാണ്. നമുക്ക് പൊട്ടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ നാറ്റ്സ്യം വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം?